സംഘടനയെ വിളിച്ചാണ് പറ്റില്ല. പിന്നെ എന്ത് നമ്മൾ പോകാതെ ഈ സംഘടനയുടെ എന്തുകൊണ്ടാണ് കുവൈറ്റിന് കിട്ടിയ ഫത്വ ആ ഫത്വ എന്ത് പ്രസിദ്ധീകരിച്ചിട്ട് ഇവിടെ ഉള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാത്തത്? എന്തുകൊണ്ട് സമ്മേളനത്തില് അല്ലെങ്കിൽ അതിന് ശേഷം ആ ഫത്വ വന്നതിനെ കുറിച്ച് പുറത്തേക്ക് ആരോട് പറഞ്ഞില്ല, പിന്നെ അതിന്റെ വിശദീകരണങ്ങളൊന്നും കൊടുത്തില്ല? കാരണം കുവൈറ്റിൽ പോയാൽ ഞാനാണ് അതൊരു പത്വയുണ്ടായില്ല. അതിനുശേഷം ഫത്വ വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടില്ല. അപ്പൊ ഇവിടെ അവര് പ്രചരിപ്പിക്കണ കള്ള ഫത്വകളാ? ഒരു കത്ത് വന്നു. ആ കത്തിന്റെ ഒരു തീരുമാനം പറഞ്ഞു, അവരുടെ അഭിപ്രായം പറഞ്ഞു. ഒരു ബാധ്യതയില്ല. അപ്പൊ ഇതുവരെ നമ്മൾ പണിത പള്ളികളും നമ്മുടെ പ്രസ്ഥാനങ്ങൾ പോയതും കാര്യങ്ങളൊക്കെ അവരുടെ ഇന്ന് കാശും വാങ്ങിച്ച് നമുക്ക് നടത്തിയിട്ട് ആ സലഫി ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പണ്ഡിത സഭയെ അംഗീകരിച്ചുകൊണ്ട് അവരൊരു ചർച്ചയ്ക്ക് ഒരു ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും നമ്മൾ അതിനെ എതിർത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ആവശ്യമുള്ളത്? എന്താണ് ആ കത്ത് വെച്ചിട്ട് ഞങ്ങളിപ്പോ രണ്ട് പ്രോഗ്രാം ആ കത്ത് ജമിയത്തുലമയ്ക്കും കേന്ദ്രമിനും അയച്ച കത്ത്. അതിന്റെ കൂടെ കേന്ദ്രമിനും അത് ഈ വിഷയങ്ങൾ നിങ്ങൾ അവിടെ പോയി ചെന്നിരുന്നു. ഇത് രണ്ടു കൂട്ടരെ വാദം ഇന്നതാണ്. ഈ വാദത്തിന്മേലുള്ള സലഫി ലോകത്തിന്റെ അഭിപ്രായം ഇന്നതാണ്. ഈ യാഇബാദുല്ലാഹി എന്ന് പറയുന്ന ആ സംഭവത്തിന് ശിർക്കില്ല എന്ന് തന്നെ പ്രസ്താവിച്ചുകൊണ്ടുള്ള കത്താണോ? അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും, നമ്മൾ സമ്മതിക്കില്ല. മുഴുവൻ കേട്ടത് നിങ്ങൾ ആ കത്തെടുത്ത് വായിച്ചത് അകത്ത് നിങ്ങൾ വയ്ക്കട്ടെ. ഞങ്ങൾ പഞ്ചായത്ത് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പോയി അവരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ കുറച്ച് അഭിപ്രായം അത് നമുക്ക് പരിഹരിക്കാൻ ഞങ്ങൾ പരിഹരിക്കാൻ അതിനുള്ള ഇന്ന
ക്ഷണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സമ്മേളനത്തിൽ വരണം. അദ്ദേഹം പറഞ്ഞു ഞാൻ കത്ത് എഴുതുന്നുണ്ട്, ആ കത്ത് വെച്ചിട്ട് നിങ്ങൾ ഞാനവിടെ വരും, ഇവിടെ സമ്മേളനം കഴിഞ്ഞിട്ട് കേരളത്തിൽ വരും, അതിൻ്റെ ശേഷം നമുക്ക് ചർച്ച ചെയ്യാമോ? അല്ല വേറെ വന്നിട്ടില്ല. അത് അതൊക്കെ അത് നിങ്ങളോട് പറഞ്ഞ കാര്യം. അതായത് ഇപ്പോ MSMന്റെ MGMന്റെ ISMന്റെ ഒക്കെ ആ ഒഫീഷ്യൽ അയച്ച കത്ത്, ആ കത്ത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, സൗദി അറേബ്യയിൽ പോയി ചർച്ച ചെയ്യണം. അത് പറഞ്ഞു. അങ്ങനെ ഒരു ചരിത്രമില്ല. ഇപ്പൊ സൗദി അറേബ്യയിൽ പോകാനുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിൽ 20% സ്ത്രീകളെ കൗൺസിലിലേക്ക് എടുത്തിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ പറ്റും. നമ്മൾ 20% അല്ലല്ലോ, നമ്മൾ എത്ര പേരെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു? സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ലേ? അപ്പൊ നമ്മൾ MGM സംഘടനയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ വിഷയമായിട്ട് പറയണം. ഇതിന്റെ മുന്നേ നിങ്ങൾ പറഞ്ഞ മറുപടി ഓക്കെ. ഇതിനു മുമ്പ് ഒരു വാദം കേൾക്കാതെ ആരെങ്കിലും പിരിച്ചുവിട്ടായിട്ടുള്ള ചരിത്രമുണ്ട്. നമ്മുടെ ചേകന്നൂർ മൗലവിക്ക് വരെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ കൊടുത്തില്ലേ അവസരം കൊടുത്തു. നമ്മൾ അവസരം കൊടുത്തില്ല അദ്ദേഹത്തിന്റെ വാദം പറയാൻ അവസരം കൊടുത്തു. ഞാൻ കേട്ടതാണ്. എല്ലാവരും നിഷേധിക്കും. അല്ല, എല്ലാവരും നിഷേധിക്കും. ഈ 58 പണ്ഡിതന്മാര് 52ഓളം പണ്ഡിതന്മാരെ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തി. ആ പണ്ഡിതന്മാര് എന്ത് ചെയ്തത്? അവർക്ക് അവരോടുള്ള വിശദീകരണങ്ങളോ എന്തെങ്കിലും ചോദിച്ചതായോ എന്തെങ്കിലും ഇത് കിട്ടും. ഇത് മാത്രമല്ല, പിന്നെ ISM MSM MGM എല്ലാവരെയും മരവിപ്പിച്ചു. ഈ മരവിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്മിറ്റി വേറെ കേന്ദ്രത്തിന്റെ കീഴിൽ മാത്രം പ്രവർത്തിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എന്തിനാ ISM MSM MGM വീണ്ടും നമ്മൾ പ്രഖ്യാപിക്കുന്നത്? ഈ 58 പേരെ എന്തുകൊണ്ട് ആചരിക്കുന്നു? ഇവരോടൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നും പറ്റുന്ന ആളുകൾ പലരുമാണ് വിശേഷിച്ചത്. അദ്ദേഹത്തിന് സിനോസിസും ഇതാണ് സംഘടന. ഈ സമ്മേളനത്തിൽ മുൻകേറുന്ന വിഷയം, ആ വിഷയം സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ അതിനെടുക്കാൻ പറ്റും. ഈ 58 ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുമല്ല. ഈ 58 ആളുകൾ ഉൾക്കൊണ്ടിട്ടേ സമ്മേളനം നടത്താൻ പാടുള്ളതെന്ന് നിയമമില്ല. ഓക്കെ, അവരുടെ ആദർശപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അതെന്താണെന്നുള്ള സംഘടന ചോദിച്ചാൽ നിങ്ങൾക്ക്